Hello future nurses, this is Reshma and you're watching Restlog. So nursing concepts വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ഇവിടുന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ABG ഇന്റർപ്രിട്ടേഷൻ അനലൈസിസ് മേഡ് ഈസി. സോ ABG ഇന്റർപ്രിട്ടേഷൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലേൺ സ്മാർട്ട്, നോട്ട് ടു ഹാർഡ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ABG എന്താണെന്ന് നോക്കാം. A stands for arterial, B stands for blood and G stands for gas. So total arterial blood gas ആണ് ABG. ഈ ABG എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ ലങ്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, കിഡ്നീസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, അതായത് ആസിഡ് ആണോ ബേസ് ആണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ABG ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ആർട്ടീരിയൽ ബ്ലഡ് എടുത്തിട്ട് ആർട്ടീരിയൽ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ആസിഡ് ബേസ് ബാലൻസ് ഇതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നത് നോക്കിയാലോ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ PaCO2 നോക്കും, HCO3 നോക്കും, പിന്നെ അതേപോലെ തന്നെ ഓക്സിജൻ നോക്കും, പിന്നെന്തൊക്കെ നോക്കും? pH നോക്കും. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കും. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇപ്പം ആസിഡ് ആണോ, ഇപ്പൊ ബോഡിയിൽ ബേസ് ആണോ, അസിഡിക് ആണോ, ആൽക്കലൈൻ ആണോ, ഇതൊക്കെ അറിയാൻ, അതുപോലെ തന്നെ നമ്മുടെ ലങ്സ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, കിഡ്നീസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ABG ടെസ്റ്റ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ABGയിലെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് PaCO2. PaCO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് എന്താ ഇതുപോലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ അങ്ങനെ കുറച്ച് ഗ്യാസുകളായതുകൊണ്ട് അത് ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. അപ്പൊ PaCO2 എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. സോ ഇതിൽ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി എന്നുള്ളതാണ്. അത് മീൻ ചെയ്യുന്ന എന്താണ്? റെസ്പിറേറ്ററി ആസിഡോസിസ്. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞാൽ, നമ്മൾ നേരത്തെ കൂടിയാത്ത കാര്യമാണ് പറഞ്ഞത്, ഇനിയിപ്പോ കുറയുമ്പോഴത്തെ കാര്യം പറയാം. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞാൽ അതുവഴി നേരെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ ലങ്സിൽ കുറയും. അതുവഴി നമുക്ക് നേരെ എന്ത് വരും? റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. ഇവിടെ നമ്മൾ കമ്പോണൻസ് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ റെസ്പിറേറ്ററി ആസിഡോസിസ്, ആൽക്കലോസിസ് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആരും മിസ് ചെയ്ത നെക്സ്റ്റ് വീഡിയോ കാണും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ABGയുടെ കമ്പോണൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ PaCO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതാണ് PaCO2 എന്ന് പറയുന്നത്. ഈ PaCO2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിൽ നിന്ന് എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് PaCO2. നമ്മുടെ PaCO2ന്റെ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. അത് നേരെ റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. PaCO2 കുറവാണെങ്കിൽ അത് നേരെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയും, നേരെ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. നോർമൽ PaCO2 വാല്യൂ 35 to 45 mmHg. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കമ്പോണന്റ് നോക്കിയാലോ? HCO3 മൈനസ്. HCO3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, ബൈകാർബണേറ്റ് ആണ്. HCO3യുടെ നോർമൽ വാല്യൂ വന്നിട്ട് 22 to 26 MEq/L. ഈ MEq/L-ന്റെ ഫുൾ ഫോം അറിയാവുന്നവർ ഒന്ന് കോമെന്റ് ചെയ്യണേ. സോ ഇവിടെ നമ്മൾ കിഡ്നിയുടെ കാര്യമാണ് വരുന്നത്. ഈ ബൈകാർബണേറ്റിൽ വരുമ്പോൾ അത് കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ അത് നേരെ നമ്മുടെ ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. അപ്പൊ ഇവിടെ കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ HCO3യുടെ വാല്യൂ കൂടുന്നതും കുറയുന്നതും. കൂടിയാൽ അത് മെറ്റബോളിക് ആസിഡോസിസിലേക്കും, HCO3യുടെ വാല്യൂ കുറഞ്ഞാൽ അത് മെറ്റബോളിക് ആൽക്കലോസിസിലേക്കുമാണ് പോകുന്നത്. സോ ഇവിടെ നമ്മുടെ HCO3 ഈക്വൽ ടു മെറ്റബോളിക് അല്ലെങ്കിൽ കിഡ്നി പാർട്ടാണ്. ആ ഒരു കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഭാഗം മാത്രമാണ് നമ്മുടെ ബൈകാർബണേറ്റിലുള്ളത്. PaCO3 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി, നമ്മുടെ ശ്വാസത്തിനെ കുറിച്ചുള്ള കാര്യമാണ് അവിടെ പറയുന്നത്.
നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇവിടെ നമ്മുടെ ബോഡി കറക്റ്റ് ആയിട്ട്, നമ്മുടെ കിഡ്നി കറക്റ്റ് ആയിട്ട് ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, സോ നെക്സ്റ്റ് കമ്പോണന്റ് വന്നിട്ട് PaO2. PaO2 മീൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. PaCO2 ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. PaO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. നോർമൽ PaO2 ലെവൽ എന്ന് പറയുന്നത് 80 to 100 to 100 mmHg ആണ്. ഓക്കെ, നമ്മുടെ ബ്ലഡില് എത്ര ലെവലില്, എത്ര അളവില് ഓക്സിജൻ ഉണ്ടെന്ന് കാണിച്ചു തരുന്നതാണ് PaO2, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം PaO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണെങ്കിൽ അവിടെ നമ്മൾ ഹൈപ്പോക്സിയ പോലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതല്ല, നമുക്ക് PaO2 നോർമൽ ആണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നോർമൽ ആണെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ ലെവലും നോർമൽ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ PaO2 ഈക്വൽ ടു ഓക്സിജൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ PaCO2 പറഞ്ഞു, പിന്നെ നമ്മൾ HCO3 പറഞ്ഞു, പിന്നെ PaO2 പറഞ്ഞു. ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് പറയാം. CO2 PaC, PO മാറ്റിക്കളയാം, CO2 മാത്രം വന്നു കഴിഞ്ഞാൽ അത് ലങ്സ്, പിന്നെ H മാറ്റിക്കഴിഞ്ഞാൽ CO3 വന്നാൽ അത് കിഡ്നി, പിന്നീട് O2 വന്നു കഴിഞ്ഞാൽ അത് ഓക്സിജൻ. ഓക്കെ, സോ ഇത് പെട്ടെന്ന് തന്നെ കിട്ടത്തില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ABGയിൽ വന്നിട്ടുള്ള മെയിൻ കമ്പോണൻസ്, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസിലുള്ള കമ്പോണൻസ്. സോ നമ്മുടെ ടോപ്പിക് ഇന്ന് ഇവിടെ തീർന്നിരിക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമുക്ക് ഇവിടെ നിർത്തിയാലോ? പക്ഷെ നിങ്ങൾ ആരും പോവരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തിയാലോ? പക്ഷെ നിങ്ങൾ ആരും പോവരുത്, കഴിഞ്ഞിട്ടില്ല, ടോപ്പിക് മാത്രം നിർത്തിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കായിട്ട് ഒരു അഡീഷണൽ സെഗ്മെന്റ് കൂടിയുണ്ട്, 1 minute ജർമ്മൻ വിത്ത് രേഷ്മ. നമ്മുടെ എല്ലാ വീഡിയോസിനും ലാസ്റ്റ് ഇതുപോലെ ഒരു 1 minute സെഗ്മെന്റ് ഉണ്ടായിരിക്കും, ജർമ്മൻ ബേസിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു 1 minute സെഗ്മെന്റ്. അപ്പൊ അതില് നമുക്ക് കുറച്ച് വേർഡ്സ്, ഒരു ദിവസം ഒരു 3 സെന്റൻസ്, 3 വേർഡ്സ്, അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോവാം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങള്: എന്റെ പേര് എങ്ങനെ നമുക്ക് ജർമ്മനിൽ പറയാം, എന്റെ പേര് ഇതാണ്, സോ എന്റെ പേര് രേഷ്മ എന്നാണ്, അതെങ്ങനെ ജർമ്മനിൽ പറയാം. അതുപോലെ ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ ജർമ്മനിൽ പറയാം. ഞാൻ ഒരു നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു നേഴ്സാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം. അപ്പൊ ആ 3 കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കിയാലോ? സോ എന്റെ പേര് എന്താണ്? എന്റെ പേര് രേഷ്മ എന്നാണ്. നമ്മൾ എങ്ങനെ പറയും? ഇഷ് ഹൈസ് രേഷ്മ, ഇഷ് ഹൈസ് രേഷ്മ. അപ്പൊ നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് പറയണേ. ഇഷ് ഹൈസ് രേഷ്മ. പിന്നീട് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇഷ് കൊമ്മെ, ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യ, ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യ. ഇന്ത്യൻ, ഇന്ത്യ എന്നല്ല, ഇന്ത്യൻ. ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ എന്ന് നമുക്ക് പറയാം. ഇനിയും ഏറ്റവും ലാസ്റ്റ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു നേഴ്സ് ആയിട്ടാണ്. അപ്പൊ ഞാൻ എന്താണ്? ഞാനൊരു നേഴ്സാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? Ich bin Krankenschwester von Beruf. Ich bin Krankenschwester. Krankenschwester. Ich bin Krankenschwester von. VON ആണ്. നമുക്ക് ആൽഫബറ്റ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇത് 3 ജസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് 3 ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്ക് ആൽഫബറ്റ്സ് ഒക്കെ നാളെ തൊട്ട് എങ്ങനെയാണ് ആൽഫബറ്റ്സ് ഒക്കെ പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നാളെ നോക്കാം. എന്തൊക്കെയാണ് ആൽഫബറ്റ്സ്? ആൽഫബറ്റ്സ് ഒക്കെ നമ്മൾ സാധാ പറയുന്ന പോലെയല്ല, കുറച്ചൊക്കെ മാറ്റമുണ്ട് ജർമ്മൻ ആൽഫബറ്റ്സ്. അപ്പൊ നമുക്ക് അതും കൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഇഷ് ബിൻ ക്രാങ്കൻഷ്വെസ്റ്റർ ഫോൺ, ഫോൺ VON ആണ് എഴുതുന്നത്, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിന് ഫോൺ എന്നാ പറയുന്നത്. ഫോൺ ബെറൂഫ്. സോറി, ഇത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നതാണ്. ഇഷ് ബിൻ ക്രാങ്കൻഷ്വെസ്റ്റർ ഫോൺ ബെറൂഫ്, BERUF. ബെറൂഫ് മീൻസ് പ്രൊഫഷൻ. ബെറൂഫ്, BERUF, ബെറൂഫ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു 1 minute സെഗ്മെന്റിലുള്ളത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഇഷ് ഹൈസ് രേഷ്മ, ഇഷ് കൊമെ ഔസ് ഇന്ത്യ, ഇഷ് ബിൻ ക്രാങ്കൻഷ്വെസ്റ്റർ ഫോൺ ബെറൂഫ്.
സോ അപ്പൊ അത്രേ ഉള്ളൂ. ചൂസ് ചൂസ് എന്ന് പറഞ്ഞ ജർമ്മനില് ബൈ ബൈ.